നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ എടത്തിരുത്തി കൂട്ടമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഇന്ന് ഒരു 450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയ വീട്, ഒരു ലോൺ പെരയാണ്. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലത്തിലാണ്, വലിയൊരു പറമ്പാണ്. അതിലൊരാൾ 3 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് പണിത് കൊടുക്കുന്നതാണ് വേറെ ടീം. അപ്പോൾ നമുക്കാണ് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 450 ഉള്ളൂ. പക്ഷെ ഇവിടെ ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, ഇവിടെ ഇത് കണ്ടോ, ഇറ്റാച്ചി വെച്ചിട്ടാണ് ഇത് കോരിക്കുന്നത്, ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു 3 ആൾ നിന്ന് കോരിയിരുന്നെങ്കിൽ വളരെ വൃത്തിയായിട്ട് ഈ സാധനം ഈ ട്രാക്ക് കിട്ടിയിരുന്നു. ഇത് ഇറ്റാച്ചി കൊണ്ട് കോരി കൊണ്ടെന്ന് വെച്ചാൽ 2.25 അടി താഴ്ച വന്നു, 2 അടിയേ വേണ്ടു. അതുപോലെ വീതിയില്ല. അപ്പോൾ വീതി നമ്മൾ ഉണ്ടാക്കുകയാണ്. രണ്ടാമത് പെരട്ടി പണിയാണ്. ഇത് ആൾ നിന്ന് ചെയ്യുന്ന പണി. നല്ല മണ്ണാണ്. ഈ മണ്ണുകളിൽ ആൾ നിന്ന് കോരുന്നതാണ് ഏറ്റവും നല്ലത്. ഫൗണ്ടേഷൻ കോരുന്നത് മിഷ്യൻ വയ്ക്കുമ്പോൾ നഷ്ടമാണ്. ഇപ്പോൾ കൂടുതൽ കല്ല്, ഇപ്പോൾ 4 ലോറി കല്ല് പോകുന്നിടത്ത് 6 ലോഡ് കല്ല് ഇപ്പോൾ ഇവിടെ പോകും. അപ്പോൾ 2 ലോഡിൻ്റെ കാശ് പോയി. ഇപ്പോൾ പഴയ കല്ല് ഇറക്കിയത് 500 കൊടുക്കണം ഒരു ലോഡ് കല്ലിന്. അപ്പോൾ 11 രൂപ ഇപ്പോൾ നഷ്ടമാണ്. ആകെ 3 ആളോ 4 ആളോ നിന്നൊരു ദിവസം കൊണ്ട് ഒരു 4,800 വരുള്ളൂ ഇത് കോരാനായിട്ട്. ഇപ്പോൾ എന്തായി, ഒരു 5,500 11,000 രൂപ എക്സ്ട്രാ വേസ്റ്റായി. ഇങ്ങനെ ഇത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് മിഷ്യൻ വന്ന് കോരുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണിത്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് നമ്മളിത് അളവ് ശരിയാക്കണം. കൂടുതൽ കുറവ് വന്ന് നോക്കുമ്പോൾ അരിയാണ് വേണ്ടില്ല. അപ്പോൾ അവിടെയൊക്കെ വീതി കുറഞ്ഞു, അതൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്യണം. പിന്നെ അതുപോലെ ഈ മണ്ണിൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അടിത്തറയാണ് നമുക്ക് എന്തിൻ്റെ പ്രധാനം. അടിത്തറ ശരിയല്ലെങ്കിൽ നമ്മൾ മേലെ എന്ത് കെട്ടിപ്പോക്കിയിട്ടും കാര്യമില്ല. കല്ലിരുന്നാൽ പോയി വലിയ വിലയുണ്ട്. മറിച്ച് തന്നെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു കാര്യം കാണിച്ചു തരാനാണ്. സൂക്ഷിക്കണം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഒരു പൊസിഷൻ ഇപ്പോൾ ഈ കല്ല് വീണെന്ന് കണ്ടില്ലേ, ഇതേമാതിരി ഇപ്പോൾ നമ്മൾ കല്ല് എടുത്തിട്ടാലേ ഇത് സീറ്റിംഗ് അല്ല, ഇത് മണ്ണുമ്പോൾ ചാരി. അപ്പോൾ മണ്ണ് നമ്മൾ ഈ തറ ഫൗണ്ടേഷൻ പാക്ക് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഇത് കലക്കുമ്പോൾ ഈ മണ്ണ് അല്ലെങ്കിൽ കല്ലിരിക്കും. അപ്പോൾ ഫൗണ്ടേഷൻ ഇരിക്കും, തറ പൊട്ടും, അങ്ങനെ വരരുത്. അപ്പോൾ കല്ല് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ ഇപ്പോൾ ഈ ഇട്ട കല്ല് നമ്മൾ എടുത്തിട്ട് ഇറങ്ങി നിന്ന് പാക്ക് ചെയ്യാം. ഇട്ട കല്ലിനെ നമ്മൾ എടുത്ത് എന്ത് ചെയ്യാം, ഇതേമാതിരി ഉണ്ടോ, ഈ മണ്ണുമായി മുട്ടിച്ച് വയ്ക്കാം. അടിയിലായിട്ട് ഭൂമിയിലേക്ക് മുട്ടണം. അടുത്ത കല്ല് കുറച്ച് മണ്ണ് വേണമെങ്കിൽ നമ്മളത് ഇപ്പോൾ ചളിയുണ്ട് എങ്കിൽ പോലും നമ്മൾ കാര്യമാക്കുന്നു. പണി നന്നായി ചെയ്യാം. ഈ കല്ല് ഇവിടെ വീണു, നമ്മളിത് എടുക്കാതെ ഇങ്ങനെ ഇട്ടാലേ ഈ മണ്ണ് അലിയുമ്പോൾ ഈ കല്ല് ഇരിക്കും, കറ പൊട്ടാൻ സംഭവിക്കാതിരിക്കാനാണ്. എടുത്തോളൂ. ഇതിലേക്ക് കുറച്ച് വന്നിട്ട്
ഓക്കെ. അപ്പോൾ നമ്മളിത് ഇതെല്ലാം ചെയ്തു. ഇനി എന്ത് വേണം? ഇതിൻ്റെ മേലെ വെക്കുന്ന കല്ലുകൾ ഈ ജോയിൻറ്റുകൾ മുറിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ അടുത്ത് പണിയേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തു. അങ്ങനെ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ വയ്ക്കുന്ന കല്ലാണ്. അതിപ്പോൾ ചെറുതോ വലുതൊന്നുമല്ല. വലുതാണെങ്കിൽ ആ ജോയിൻറ്റ് മുറിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കല്ലിനെ നമുക്ക് നീളത്തിൽ വെക്കണം, വട്ടം വെക്കരുത്. കണ്ടോ, ഇത് അതിൻ്റെ മേലെ ലോക്കായി. അതിൻ്റെ എതിർവശത്തും ഈ ഒരു ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്ത് പോവാം. ഇങ്ങനെ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴേക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് പോകാം. വലിയ കല്ലുകൊണ്ട് വരുന്ന വലിയ കല്ല് അടിയിൽ പോവാം. ഏത് കല്ലായിരുന്നു നീളാണ് പണിയാം. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്തേക്കണം അങ്ങനെയാണ്. കൊണ്ടുപോവാ. അപ്പോൾ ഈ വർക്കുണ്ടോ, ഇതൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരുവിധം പണികളൊക്കെ അങ്ങനെ തന്നെ ചെയ്ത് വന്നേക്കുന്നത്. മണ്ണിട്ടുകൊണ്ട് കാണില്ല എന്നുള്ളത്. ഇവിടെ വലിയ പണികളാണ്. അപ്പോൾ ഈ വർക്ക് നമ്മൾ വലിയ കല്ലുകൊണ്ട് പാക്ക് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഫൗണ്ടേഷൻ ഇതിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ഫൗണ്ടേഷൻ കോരിയ ശരിയില്ലാത്തതുകൊണ്ട് ഇത്ര ഏരിയക്ക് കല്ല് വേസ്റ്റായി അടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ കാര്യം ശ്രദ്ധിക്കണം. പുതിയതായിട്ട് പെര പണിയാൻ ഉദ്ദേശിക്കുന്നവരും പണിയിക്കുന്നവരൊക്കെ പരമാവധി ഇങ്ങനത്തെ മണ്ണ് എന്താണെന്ന് നോക്കുക. ആളെ നിർത്തി കോരാൻ നിങ്ങൾക്ക് ലാഭമുണ്ട്. അനാവശ്യം വേറെ കല്ലുകളേണ്ട ആവശ്യമില്ല. വേസ്റ്റ് ആക്കണ്ട. ഒരാൾ കോൺട്രാക്ട് എടുത്താൽ തന്നെ പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്താൽ കുറച്ച് പൈസ നഷ്ടപ്പെടാതെ കിട്ടും നമുക്ക്. അതുപോലെ പാക്കിങ് നന്നായിരിക്കും. അടിത്തറ ഇവിടുത്തെ ഈ മണ്ണുകളൊക്കെ പൂഴിമണ്ണിലൊക്കെ ഇങ്ങനത്തെ മണ്ണിൽ ചെയ്യുമ്പോൾ ഇതിന് ഇത്തിരി മണലിൻ്റെ അംശമുണ്ട് കേട്ടോ. അയാൾ ഇറങ്ങി ഇതുപോലെ പാക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നനയുമ്പോൾ മണ്ണലിയും കല്ലിരിക്കും, അടിത്തറ ഇരിക്കും. അപ്പോൾ തറയുടെ മേലെ ബെൽറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയും കല്ല് കൊണ്ടു ഇടരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യണം. ഇതിനും ഗുണമുള്ളൂ. പിന്നെ ഈ പണി ചെയ്യുമ്പോൾ കുറച്ച് പേര് വന്നു. ഞങ്ങളിവിടെ 8 പേരുണ്ട്. 8 പേര് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഇത് പറക്കിയിടാം. പക്ഷെ അത് ശരിയല്ല. അങ്ങനെ ചെയ്യരുത്. അത് ആര് ചെയ്താലും നല്ല രീതിയിൽ ചെയ്യുക. കാരണം ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് ഒരു വീടുണ്ടാവുന്നത്. അത് നശിപ്പിച്ചെടുക്കലല്ല നമ്മുടെ ഉത്തരവാദിത്വം. ആ വീട്ടുകാരോട് അവർ വരുമ്പോഴേക്കും ചോദിക്കും, ഇന്ന് തീരും ഫൗണ്ടേഷൻ. അപ്പോഴേക്കും നമ്മുടെ മനസ്സും മടക്കും. ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ പണിക്ക് വരുമ്പോൾ മുതലാളിമാരും കോൺട്രാക്ടർമാരും എഞ്ചിനും ശ്രദ്ധിക്കണം.